ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാവണശുക സംവാദം. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം വരുത്തിയോരോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിങ്കരോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിടിനാൻ. രാക്ഷസ രാജ പ്രവരാജയ ജയ മോക്ഷാപദേശമാർഗേണ ചൊല്ലിടുവാൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നേ ഞാൻ തവ വാക്യങ്ങൾ. ചെന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി. ഞാൻ ആമയം കൊണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതൻ അവധ്യൻ അയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരു ഭയച്ചാലതു കണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവ വീരനുജ്ഞയാസാദരം. പിന്നീട് ഹൂത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക. സീതയെ നൽകിയിടുകെന്നുകിൽ അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്ന് ഉടറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരും അതിനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവും ആശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം. ദശകണ്ഠ പ്രഭോ കവിപുങ്കവ പാലിതം. പർവ്വത സന്നിപന്മാരായ വാനര ഉർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതില്ലിക സംഖ്യാവതാംബരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നിറാക്കുവാനൊരറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടു അവനോട് നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകൂവിളയ രാജാവതിൻ അങ്ങേതു പത്മകി ഇഞ്ചൽക്കസമപ്രഭൻ. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ. തൽപാർശ്വസീമിൽ നിൽക്കുന്നതു വാതജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശോധൻ രജതസമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ. മൈതനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാര വൈദ്യന നന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനതിനങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനിതനം വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതീതൻ പിതാവാകിയ കേസരീശ്വരനായിടും പ്രമാദീശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദജീമുഖൻ ജ്യോതിർമുഖനതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായൊരു 11 വെള്ളം പടയുണ്ട്
ഉള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരം പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ അനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധരായി ത്വമാസമേതോസ്തി മുദ്രാമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്ക് തോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കൽ എന്തരാ സ്ഥാപവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമൂഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. മരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞ് വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാകന്ത പിന്നേതിരത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം തന്നിനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോര തപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങിയ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരനദ്വയൻ. സീതയെ രാമനു കൊണ്ട കൊടുത്തുതൽ പാദപത്മാനുചാരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോട് ചോദിച്ചു കൊണ്ടിടോ. രാമേതി ജപിച്ചുകൊണ്ട് അമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ശോകശരണ്യം ചരണതം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപവാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിഗുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിലോ മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാദശാസനം ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുവനെന്ന് തോന്നുമാർ അത്യന്തരോഷം നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊല്ലുവാൻ എന്തു കാരണം. പണ്ടു നീ ചെയ്തൊരുപകാരം ഓർക്കയാറുണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാട്ടണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നിടിനാൻ. ശുഗന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാ ശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായ മഹാജ്ഞാനികൾ പ്രാധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്ക് അഭ്യുദ്ധയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായ രാക്ഷസ നിന്ദാപരനായ മരുമുന്തി ശാന്തരെ നിർജ്ജരാവലി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ ദുഷ്ടനിശാചരൻ എന്തൊന്നു നല്ലോ ശുഗാപകാരത്തിന് നന്തരവും പാർത്തിരിക്കും വിധവും. കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുഗാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലാൽ സംഭോജിതനാമഹസ്ത്യതബോധൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംഷ്ടാസുരൻ. ചെന്നാനഹസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുവനോട് മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ണമായുണ്ണേണമെന്നു നമുക്കിടോ. ചാകമാംസം വേണമല്ലോ കരീമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുവൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും
ചൊന്നാൾ മധ്യേശുക ഭഗ്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായ മധ്യമാസം വിളമ്പിക്കൊടുത്തപ്പോൾ തത്രൈവ വജ്രദംശൻ മറിഞ്ഞിടിനാൻ മധ്യമാസം കൊണ്ടു മൈത്രാവരുണിയും ശുദ്ധനായ ക്ഷിപ്രം ശപിച്ചിതോ മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനെ പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ ഇത്തം ശപിച്ചത് കേട്ടു ശുഗൻ താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കൊന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിന് കോപിച്ചു ശപിച്ചതും എന്നുടേ ദുഷ്കർമ്മം എന്നേ പറയാവൂ ചൊല്ലെന്തു പറഞ്ഞതു നീ സഹേ നല്ല വൃത്താന്തം ഇത് എന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോട് അന്നേരം ആശു സത്യം പറഞ്ഞിടിനാൻ അഞ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇത് അഞ്ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്ന് അഞ്ജസാജാനത് കേട്ടത് ചെയ്തതും ഇത്തം ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ടു കണ്ടൊരളവുൾ അളവുൾത്താവോട് അരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായ വയം ഭയാമിനി സഞ്ചാരികൾ ഇത് ചെയ്തതു നിർണയം ഞാനോ മതിമൂടനായി ചമഞ്ഞീൻ ബലാനൂനം വരാ വിദിതൻ മതമെന്നുമേ വിദ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമഭക്തിയെ രാവണൻ കൊണ്ടുപോയ ആരാമശിവനി വെച്ചുകൊള്ളും ദൃഢം രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നാകുലമെന്നീ ലങ്കാപുരാതികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനെന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണാൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി രാക്ഷസ ഭാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദുരത്വവും വന്നുകൂടും ദൃഢം ഇത്തവനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധന വാക്യം മനോഹരം മാല്യവാന്റെ വാക്യം സാരനായോരു ശുഗൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവുതൻ പിതാ ഖിന്നനായ രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനും ഇരുത്തി യഥോചിതം കൈകസി താതൻ മതിമാൻ വിനീതമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം ദുർനിമിത്തങ്ങളിൽ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശകേതുക്കളായ ദശ കണ്ട പ്രബോധി നിരൂപിക്ക മാനസേ ദാരുണമായിടി വെട്ടുന്നു ഇതന്വഹം ചോരയും പെയ്യുന്നി ദുഷ്ണവുമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാങ്കാളിയും ഘോരദംഷ്ട്രാനിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ചാരനോടു പിണങ്ങുന്നു രോഷാൽ സകലങ്ങളോടു ഔവണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടിനാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തി ചെയ്തു കൊള്ളിടമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നേ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചോൾ അദ്വയനാം പരമാത്മാ രാമവ്യയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതോ കേവലം പദ്യം നിനക്കിതോ ചിന്തിക്ക മാനസേ സാന്ത്വന പോകും ദശമുഖൻ തന്നോടു ശാന്തനാ മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടു പറഞ്ഞു ദശമുഖൻ പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മനസ്സേ വാനിപ്പതിനെന്തു കാരണം മർക്കട ലംബനം നല്ല സാമർത്ഥ്യമെന്ന് ഉൾക്കാമ്പിലോർക്കുന്നവൻ ജലനത്രയും രാമൻ നിയോഗിക്കിയാൽ വന്നിതെന്നോടു സമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്ത് പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം വൃദ്ധൻ ഭവാനതിസിദ്ധനാം മിത്രമിത്രകൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞൊരമാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധിനി കരേറിനാൻ യുദ്ധാരംഭം വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായി രജനീജനവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ 10 കിരീടവും കൈകളിരുപതും വൃത്തനോടൊത്ത
ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും ശാർദേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചിരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്തരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേ കീടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത വീതാവസിക്കയിൽ ഇത്ര നാം വേരി വ്രതം കിടക്ക പണവാനക ദാരുണ ഗോമുഖ വാദ്യങ്ങളും വാരണാസോഷ്ട്രവര ഹരിശാർദൂല സ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രസാദ് തോമര മുർഗര എട്ടിശക്തി അട്ടിശക്തിച്ചരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തവിദ്യാശവം ജവം യുദ്ധസന്നദ്ധരായി ഉദ്ധബുദ്ധിയോട് അബ്ദികൾ ഉർവിയും തക്ഷണം ദൂതമായുധൂ സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംശൻ തഥാ ദക്ഷിണാദിക്കിലും ദക്ഷവ്യനാരിയ മേഘനാഥൻ തഥാ പശ്ചിമഗോപുരധ്വാരി പുക്കിടിനാൻ മിത്രവർഗാമാത്യ പ്രത്യാജനത്തോടും ഉത്തരധ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഖോപുരേ ബാലീതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമ ഗോപുരേ മായമാനുഷ്യാൻ ആദിനാരായണൻ മിത്രതനയ സമുദ്ര വിഭീഷൺ മിത്ര സംയുക്തനായ ഉത്തരാദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും 1000 അത്ഭുതമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തുളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ഗംഗാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചെടുത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരകം കൊണ്ടും ഉർവീതരം കൊണ്ടും സപതോലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ ചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൾഗര പക്ഷികൾ പിണ്ടിപാലങ്ങളും തോമരാദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നർത്തഞ്ചരേന്ദ്രരും ആർത്തി മുഴുത്തോ ദശാസനാവസ്ഥകൾ പേർത്തൂമറിവതിനായ ചിടിനാൻ ശാർദൂലനാദിയായ രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചൊന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചെടുച്ചുൾക്കടാരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ര ബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും ശുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴിവിടം പുക്കാൻ രാമാചിരസുന്ദര സൂമിതരുടൻ വാമാശി മുന്നിലം മാറുവെച്ചിടിനാൻ. ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോദിച്ചു മുഗ്ധാങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ ശരമയും ഖേദമശേഷ മഹലക്കളക നീ എല്ലാം ചതിയെന്നു തേരേറിയതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങൊരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർമ്മയം ഇത്തം സരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. മംഗലദേവതാ വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുല്ലിൽ അമ്മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായെങ്കിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാ നഗരവും രാക്ഷസരാജനാം നിന്നോട് കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജ്ഞാനതാഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രിഞ്ചര വീരനും വൃത്രാരിപുത്ര തനയനെ കൊൽകെന്നും ഭക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർന്നു ശാചരവീരനും കൊന്നു ചുഴട്ടിയെറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെ പ്രാസാദവും തകർത്തിടിനാൻ. ഒന്നു കുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാഷൻ മരസുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും പിണ്ടിപാലങ്ങളും ഉൽഘരാജാലവും ചക്രങ്ങളും പരികങ്ങളും ഈട്ടികൾ ശുക്രകുലങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുകൾ നാദവും ഞാണുലി നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതായറും കവികൾ നിനാദവും
വിഗ്രഹവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിട തൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജമ്പാരി മുമ്പാ നിലംബരം കിന്നരാക്കും പുരുഷോര സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചരണാദ്യ അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനനും നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്കരാന്തി നിറഞ്ഞിടിനാർ. തുങ്കനാമിന്ദ്രജിത്തേറ്റാനത് നേരം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സുതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജമ്പുമാലി ദിശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്താൻ അവനെ കൊന്നലറിനാൻ. മിത്രാതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോട് വിഭീഷണാവീരനും നീലന്തി കുംഭനോടേറ്റൻ തവനനെ കാലാപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത് ലക്ഷ്മീപതിയാൻ രഘൂത്തമൻ തന്നോടു രക്ഷധ്വജാദികൾ 10 പേർ തക്ഷണയെ പോർ ചെയ്ത് പുക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്ത് അമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാശ്രമേതു മോഹിപ്പിച്ചതു രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ പൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവിടിനാൻ. താപസ വൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണവീരനും വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവന്ത ശാന്തരെ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്തജാലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോപയനായ സുവർണാർദ്ധി പോലെ പവനാശനാശനൻ അബ്ദിതോയം സ്വപക്ഷൻ ദൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ. നാഗാശ്രബന്ധനം തീർന്നിതു ദക്ഷണേ ശഹാമൃഗങ്ങളും വസ്ത്രനിമുക്തരായി ശോകവം തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനോ ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ. കുപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ ദർശനം. മുന്നേതിലും വേഗങ്ങൾ പൂണ്ടു ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാൻ. വന്ന ശത്രുക്കളെ കൊന്നുമാത്മജൻ മന്ദിരം ബുക്കിടുന്നതിൻ മുന്നമേ വന്നവരാരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ തന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറുമല്ല അലാദവും കൈക്കൊണ്ട് ഭിത്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നവർ നാണമുണ്ടെങ്കിൽ പുറപ്പെടുക നാണുങ്ങളെങ്കിൽ എന്നാർത്തു പറയും. കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസനൻ കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറിയ മതമുള്ള വാനരന്മാരെയും കൊന്നെടുക്കിടുവാൻ ഭോഗധൂമ്രാഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. ഇത്തവനുഗ്രഹം ചെയ്തയച്ചാനതി ക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ. മാരുതിയോടെ അവനും ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും വേലസീവൻ മഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഗഗതാദികൾ കൈക്കൊണ്ടു വാരണ വാജീരഥങ്ങളിൽ ഉൾക്കരുത്തോട് ഏറി രാക്ഷസ വീരനും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരങ്ങളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിത് ഒട്ടങ്ങുമിങ്ങും വിരരായുള്ളവർ ചോരയോമാറായൊഴുകി പല വഴി ശൂരപ്രവരണ മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ എടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുഗതിയുമെടുത്തുടൻ പാരിലാമാർ ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതു കോപവും രാത്രിയും ജനരെ ഒടുക്കി തുടങ്ങിനാൻ. ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതി ഏകത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയേ ഭാരം വളർന്നൊരു കോപ വിവശനായി മാരുതി രണ്ടാമതും നിറഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടു ഉമ്പർപുരത്തിങ്കൽ അമ്മാറുചെന്നു സുധിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്ക അങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാകന്ത കേട്ടു ദശാസനം ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്രാരി പ്രവരൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ ഭോഗയുദ്ധത്തിനായി മാനുഷ വാനരന്മാരെ ജയിച്ച വിമാനകീർത്തി അവരിയെന്ന എത്തിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോട് എത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായ അനാദൃത്യ ചെന്നു കവികളോടിച്ചു മഹാബലൻ. വൃഷശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഗഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റു മർക്കടവീരരും മരിച്ചാൽ അസംഖ്യമായി 10 അംഗയുക്തമായുള്ള പെരുമ്പട നത്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു.
രക്തനദികൾ ഒലിച്ചു പല വഴി നിർത്താൻ തുടങ്ങി കബന്ധങ്ങളും ബലാൻ താരേയനും വജ്രദംശനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ വജ്രദംശൻ